കാലവർഷക്കെടുതിയിൽ ആശ്വാസമാകേണ്ട ദുരിതാശ്വാസ ക്യാമ്പിലും ദുരവസ്ഥ. ആലപ്പുഴ കുട്ടനാട് ചക്കുവള്ളിയിലെ ക്യാമ്പിൽ ഇന്നലെ മുതൽ ഭക്ഷണം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. രോഗികളടക്കം താമസിക്കുന്ന ക്യാമ്പിൽ വൈദ്യുതി ഇല്ലാത്തതും പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇന്നലെ മുതൽ തുടങ്ങിയ മഴയിൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ കുട്ടനാട്, എടത്വ, തലവടി മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. 100-ലേറെ വീടുകളിൽ വെള്ളം കയറി. ഇതോടെ നിരവധി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയത്. മഴക്കെടുതിയിൽ വലഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇരട്ടിപ്രഹരമായി തലവടി പഞ്ചായത്തിലെ ക്യാമ്പിലെ അവസ്ഥ. ചക്കുവള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ഇതുവരെയും ഭക്ഷണം എത്തിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് മുതൽ കുട്ടികളടക്കം ഭക്ഷണമില്ലാതെയാണ് ഇവിടെ കഴിയുന്നത്. 2 ദിവസമായി ഞങ്ങൾക്ക് വന്നിട്ട് ലൈറ്റ് ഇല്ല, കറണ്ടും ഇല്ല. ഇതുവരെ ഞങ്ങൾക്ക് ആഹാരമൊന്നും ഉള്ള സെറ്റപ്പ് ആയിട്ടില്ല. അത് കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന ഇവിടെ, ഇതുവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. പുറത്തും കുഞ്ഞിന് പുറത്തും നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അതുപോലും കിട്ടാനില്ല ഇവിടെ. ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്തത് ആസ്മ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ക്യാമ്പിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ ഭയങ്കര വിഷമം. എൻ്റെ ഭർത്താവ് വയ്യാത്ത രോഗിയായിട്ടിരിക്കുക. ഓക്സിജൻ കൊണ്ടുവന്നിട്ട് കറണ്ട് ബില്ല ഒന്നുമില്ല. ഇരിക്കുക രാവിലെ ഇൻവെർട്ടർ ഉണ്ടായിട്ട് പോലും ഓക്സിജൻ വെക്കാനായിട്ടുള്ള ഇതില്ലാണ്ട് ഓക്സിജൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ. അല്ലെങ്കിൽ രാവിലെ വയറ്റിൽ നിന്നൊക്കെ പോയി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം വീട്ടിലും നമുക്ക് അതിനുള്ള ഓക്സിജൻ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഓക്സിജൻ വെക്കാതെ നമുക്ക് വലിയ പ്രയാസമുണ്ട്. ഇന്നലെ തുടങ്ങിയ ക്യാമ്പിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വന്ന കാലതാമസമാണ് ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്നാണ് പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം. ന്യൂസ് മലയാളം, ആലപ്പുഴ.